കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യ മഞ്ജുഷയുടെ ഹർജി. കെ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന സംശയം തള്ളിക്കളയാനാകില്ല എന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളും അക്കമിട്ട് പറഞ്ഞാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ അന്വേഷണത്തിൽ സർക്കാർ നേരത്തെ വ്യക്തമാക്കിയ നിലപാട് അത് ADMന്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാർ എന്ന് പറഞ്ഞിരുന്നു. ആ രീതിയിലുള്ള അന്വേഷണം കൃത്യമായി നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പരാതികളൊന്നും കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി, അതായത് CBI അന്വേഷണം വേണമെന്ന ആവശ്യം പ്രത്യേകിച്ചും ADMന്റെ ഭാര്യ മഞ്ജുഷ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള കാരണം? അതൊന്ന്. മറ്റൊന്ന്, ഈ അന്വേഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നവർ പറയുന്നുമുണ്ടല്ലോ. അപ്പോൾ അതിന് വിശദാംശങ്ങൾ എന്താണ്? പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ഈ അന്വേഷണത്തിൽ അവർ തൃപ്തയല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി അവർ പറയുന്നത് ഇവർ CPIM നേതാവാണ്, ഭരണം CPIMനാണ്, ഭരണതലത്തിൽ വലിയ ബന്ധങ്ങളുള്ളയാളാണ്. അതിനാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ഗുണപ്പെടും എന്ന് വിശ്വസിക്കുക വയ്യ എന്നാണ് അവർ പറയുന്നത്. അവരുടെ സംശയങ്ങളാണ് ഇതെല്ലാം, അവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനവർക്ക് അവകാശവുമുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ്. അവർ പറയുന്നത് കൊലപാതകമാണോ ഇതെന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് ആ കുടുംബം ആരോപിക്കുന്നത്. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന സാധ്യത പരിശോധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യം അതിപ്പോൾ ഹർജി മുഖേന കോടതിയുടെ മുന്നിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതായത് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന കാര്യം നേരത്തെ അന്വേഷണ സംഘം പരിശോധിച്ചില്ല എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. യാത്രയപ്പ് ചടങ്ങിന് ശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു, മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായില്ലെന്നും കുടുംബം പറയുന്നു. കുടുംബം എത്തുന്നതിന് മുൻപ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു അവിടെ, പക്ഷേ അതുണ്ടായില്ല എന്നുകൂടി ആ കുടുംബം പറയുന്നു. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കും എന്ന് തങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നും അവർ പറയുന്നു. പോലീസ് ഈ തെളിവുകൾ, നിർണായക തെളിവുകൾ കുഴിച്ചുമൂടിയെന്നും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിക്കെല്ലാ ഒത്താശയും നൽകിയെന്നും അവർ പറയുകയാണ്. അതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നും അവർ വ്യക്തമാക്കുന്നു. ഇനി സർക്കാർ എന്ത് നിലപാട് ഇതിൽ സ്വീകരിക്കും എന്നറിയണം. മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എല്ലാം ഉയർന്നിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ രീതിയിൽ ഒരു പുതിയ ആവശ്യം ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനൊരു തീരുമാനം ആ കുടുംബം എടുത്തത്? അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ അവർ തൃപ്തയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ CBI വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സർക്കാർ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.